ചേച്ചി എന്തു പറ്റി? ഞാൻ പറഞ്ഞില്ലേ, ചെറിയൊരു തലവേദന. നിങ്ങൾ എവിടെ പോയതായിരുന്നു? അച്ഛൻ പറഞ്ഞില്ലേ, 1-2 കാര്യങ്ങളുണ്ടായിരുന്നു. ആ 1-2 കാര്യങ്ങൾ എന്താന്ന് പറയാൻ പറ്റില്ല അല്ലേ? എന്റെ അഖിലേ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറയണമെന്നുണ്ടോ? ഇത്രയും കാലവും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയത് ഞാൻ ഒറ്റയ്ക്കല്ലേ. ഇപ്പോ അച്ഛനും കൂടി ഉള്ളതുകൊണ്ട് അച്ഛനെയും കൂട്ടി. എന്നാലും ഞങ്ങളെ കൂട്ടില്ല. മനഃപൂർവ്വം കൂട്ടാത്തതല്ലോ. കുറച്ചു ദിവസം കഴിഞ്ഞാ നീയും അനക്കയും കല്യാണം കഴിഞ്ഞ് പോവും. ആതിരയ്ക്ക് ട്രെയിനിങ് തീർന്ന് ജോലിക്ക് പോവും. ആരാധ്യ ട്രെയിനിങ്ങിനും പോവും. പിന്നെ ഞാനും അച്ഛനല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ ഞങ്ങൾ തന്നെ വേണ്ടേ കാര്യങ്ങൾ നോക്കാൻ? ചേച്ചി പറയുന്ന കേട്ടതൊന്നും ഞാൻ എന്തോ അമേരിക്കയിലേക്കാ പോകുന്നതെന്ന്. ഒരാവശ്യം വരുമ്പോ ഓടി വരാവുന്ന ദൂരമല്ലേ ഉള്ളൂ ആകാശേട്ടന്റെ വീട്ടിലേക്ക്. അങ്ങനെ എപ്പോഴെപ്പോഴും ഓടി വരാനൊന്നും നിൽക്കണ്ട. അവിടെ ചെന്നാ ആ വീടിന്റെ മുഴുവൻ ഉത്തരവാദിത്വം നിനക്കാ. ബെസ്റ്റ്. അംബികമ്മായി സമ്മതിച്ചു തന്നെ. പിന്നെ സ്വർണം കൂടി ഇല്ലാതെ ചെല്ലുന്ന സ്ഥിതിക്ക് എനിക്കവിടെ ഒരു വിലയും ഉണ്ടാവില്ല. അതറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ അങ്ങോട്ട് പോകുന്നേ. എല്ലാം നിന്റെ തോന്നലാ. എന്റെ അനിയത്തിക്കുട്ടിയെ അങ്ങനെ മാറ്റി നിർത്താനൊന്നും പറ്റില്ല ആർക്കും. ചേച്ചി ഇത് സമ്മതിക്കോ? ചേച്ചിക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? ചേച്ചിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ചേച്ചി ചെയ്യേണ്ട സമയത്ത് ചെയ്യുകയും ചെയ്യും. അഖില വന്ന് കയറുന്നത് എന്റെ വീട്ടിലേക്കല്ലേ, താമസിക്കേണ്ടത് എന്റെ കൂടെയും. അത് ശരിക്കും മനസ്സിലാക്കിയതുകൊണ്ടുകൂടിയാ ആഭരണങ്ങൾ തരാൻ ഞങ്ങൾ തയ്യാറായത്. ഞങ്ങൾ വാക്ക് പാലിക്കും. അഖിലയുടെ കാര്യത്തിൽ തിരിച്ചും അതുപോലെ ആയിരിക്കണം. ഉറപ്പ്. അവക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എന്താ ചേച്ചി? ഒന്നുമില്ല മോളെ. എടാ, നീ കാണണമെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്ന്? ഒന്നും പറഞ്ഞില്ലല്ലോ. എന്താ കാര്യം? പറഞ്ഞു വരുമ്പോ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് അഭിണ്ണനെ കളിയാക്കുമായിരിക്കും. പക്ഷേ ഒരു സംശയം എൻ്റെ മനസ്സിൽ കിടന്നിങ്ങനെ വട്ടം കറങ്ങാം. നീ കാര്യം പറ. അമ്മയുടെ സ്വഭാവത്തിന് പെട്ടെന്നൊരു മാറ്റം. സ്വർണ്ണ ഇല്ലാതെ ഞാൻ കല്യാണം കഴിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ ദിവസം അമ്മ അവിടെ നടത്തിയ പുകിലൊക്കെ അഭിണ്ണ അറിഞ്ഞാണല്ലോ. എല്ലാവരുടെയും മുന്നേ വെച്ച് എന്നെ അച്ഛനെ വെല്ലുവിളിച്ചിട്ടാ അമ്മ പോയത്. ഞങ്ങളെ അന്തസ്സുള്ള തറവാട്ടിലുള്ളവരാ. ഈ ധർമ്മ കല്യാണം ഞങ്ങളെ തറവാട്ടിൽ നടക്കൂല. ആകാശേ, ഇവള് നിന്നെ എന്ത് പറഞ്ഞാ മയക്കെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഈ കല്യാണം നടക്കൂല. അത് സ്വാഭാവികം. അന്ന് പോകുന്ന വഴിക്ക് എനിക്കും കിട്ടിയ അമ്പിയാൻ്റിയുടെ പരിഹാസം. അഭിമന്യു മുഴുവൻ സമയവും ഇവിടെ തന്നെ ഉണ്ടല്ലോ. സാധാരണ കല്യാണം കഴിഞ്ഞാ ഭാര്യ വീട്ടിൽ അട്ടിപ്പേറ് കിടക്കുന്നെ. നീ അത് നേരത്തെ തുടങ്ങിയോ? ഇടച്ചക്ക നിനക്ക് നാണയില്ലല്ലോ. നിനക്ക് അവളെ കല്യാണം കഴിക്കാനും വയ്യ, അവളുടെ അടുത്തുനിന്ന് മാറാനും വയ്യ. ഒരുപാട് സ്വപ്നം കണ്ടതല്ലേ ആ സ്വർണം മുഴുവൻ കിട്ടുമെന്ന്. അത് കിട്ടാതെ വരുമ്പോഴുള്ള ദേഷ്യം, അതിനാണോ നീ ഇങ്ങനെ പേടിക്കുന്നത്? അല്ല, അത് കഴിഞ്ഞ് വീട്ടിൽ വെച്ച് എന്നോട് പിന്നെയും ദേഷ്യപ്പെട്ടു. ഓ, എടാ, ഇതിലൊക്കെ എന്താ പുതുമ? നിന്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ? ആ അമ്മയുടെ കൂടെ ഇത്രയും കാലം ജീവിച്ചവനല്ലേ നീ? ഇങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് ഉറപ്പല്ലേ? ഇതൊക്കെ നേരിടാന്ന് പറഞ്ഞിട്ടല്ലേ നീ കല്യാണത്തിന് മുൻകൈ എടുത്തതും? എന്റെ പ്രശ്നമാവുന്നല്ല ബേട്ടാ. അമ്മയ്ക്കിപ്പോ എന്നോട് അഖിലയുടെ ഒരു വിരോധമില്ല. മാത്രമല്ല, ഇപ്പം ഞങ്ങളെപ്പറ്റി നല്ലത് മാത്രമേ അമ്മയ്ക്ക് പറയാനുള്ളൂ. സ്ത്രീധനമായി സ്വർണം വേണ്ടെന്നും ഇനിയിപ്പോ അമൃതേശി കൊടുക്കാൻ തയ്യാറായ പോലും വാങ്ങില്ലെന്ന് കൂടി എന്നോട് പറഞ്ഞു. അത് ചിലപ്പോൾ കളിയാക്കി പറഞ്ഞായിരിക്കും. അല്ല ബേട്ടാ, അങ്ങനെ കളി പറയുന്ന ആളൊന്നും അല്ല എൻ്റെ അമ്മ. അമ്മയുടെ മനസ്സിലെന്തോ ഉണ്ട്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.